നമസ്കാരം. ക്യാപ്ചർ ന്യൂസിലേക്ക് സ്വാഗതം. എറണാകുളം പെരുമ്പാവൂർ ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം ട്രസ്റ്റിലെ മെമ്പറും ആയുർവേദ ഡോക്ടറുമായ അഭിലാഷ് വി ആർ നാഥ്, ഹരീന്ദ്രനാഥക്കുറുപ്പ് എന്നിവർ തങ്ങളുടെ കർത്തവ്യം മറന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു. ഗുരുകുലത്തിലെ ഏവർക്കും പ്രിയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ആ പെൺകുഞ്ഞ് അതിന്റെ ഗൗരവം അറിഞ്ഞിരുന്നില്ല. കുട്ടിയുടെ സ്കൂളിൽ നടന്ന സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസിന്റെ ഭാഗമായി താൻ ഇത്ര നാളും അനുഭവിക്കേണ്ടി വന്നത് കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമമാണ് ഡോക്ടർ അഭിലാഷും ഹരീന്ദ്രനാഥനും കൂടി നടത്തിക്കൊണ്ടിരുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി ശരിക്കും തകർന്നുപോയി. നൃത്തവും പാട്ടും പ്രസംഗവും ഒക്കെയായി നടന്ന ആ കുരുന്നു മനസ്സിൽ ഇരു ഭ്രാന്തന്മാരും കൂടി വിതച്ച കാമചേഷ്ടകൾക്ക് നീതിമണ്ഡലം കൂടി ഒത്താശ ചെയ്തപ്പോൾ അവളുടെ സ്കൂൾ ടീച്ചർ പറഞ്ഞത് തന്നെ സംഭവിച്ചു. സ്കൂളിൽ കുട്ടികൾക്കായി നടന്ന സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായി കുട്ടികളിലെ ലൈംഗിക ബോധവൽക്കരണം ചെയ്തപ്പോൾ ഇരയായ പെൺകുട്ടി തന്റെ ക്ലാസ് ടീച്ചറോട് തനിക്കുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുകയുണ്ടായി. തുടർന്ന് കുട്ടിയെ മറ്റൊരു ടീച്ചർ കൗൺസിലിംഗ് നടത്തി വിശദമായി ചോദിച്ചറിഞ്ഞു. എന്നാൽ കുട്ടിയോട് ഈ വിഷയം പുറത്തു പറയരുതെന്നും അവർ പണം വാരി എറിഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നും കുട്ടി അതൊക്കെ മറന്ന് പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താനും പ്രാർത്ഥനയിലൂടെ മനസ്സിന് ആശ്വാസം കണ്ടെത്താനും ഹെഡ്മിസ്ട്രസും കൗൺസിലിംഗ് ചെയ്ത ടീച്ചറും കൂടി ഉപദേശിച്ചു വിട്ടു. എന്നാൽ ആ കുരുന്നു മനസ്സിൽ ആ ഉപദേശങ്ങൾ വലിയ വിള്ളലുണ്ടാക്കി. തന്റെ അമ്മ കൂടി ജോലി ചെയ്യുന്ന സ്ഥലത്ത് തനിക്ക് നേരിട്ടത് ലൈംഗിക അതിക്രമമാണെന്നത് അവളെ വലിയ മാനസിക സംഘർഷത്തിലെത്തിച്ചു. പണം എന്തിനും വില പറയും, അതിന്റെ മുന്നിൽ ഏത് അതിക്രമവും തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് സ്വന്തം അധ്യാപകർ കൂടി പറഞ്ഞപ്പോൾ അതിജീവിത അതിനെ ചോദ്യം ചെയ്തു. എനിക്ക് അറിവില്ലാത്ത കാര്യം അറിയിച്ചു തന്നിട്ട് അതിൽ കുറ്റക്കാരെ സംരക്ഷിക്കാൻ എന്നോട് പറയുന്നത് ശരിയാണോ എന്ന കുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ അധ്യാപകർക്ക് മറുപടി ഉണ്ടായില്ല. അന്ന് വീട്ടിലേക്ക് പോയ അതിജീവിതയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മാനസികമായി തകർന്ന കുട്ടിയുടെ ചിരിയും കളിയുമൊക്കെ മാഞ്ഞുപോയി. അമ്മയോട് പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ ഒരുങ്ങിയ മകൾക്ക് അതിലും വലിയ വേദനയുണ്ടാക്കി. തന്റെ മോൾക്ക് ഉണ്ടായ ഈ ദുരവസ്ഥ അത് ഞാനും ജോലി ചെയ്യുന്ന ഗുരുകുലത്തിൽ വെച്ച് തന്നെ. സ്വന്തം മാതാവിന്റെ കണ്ണുനീര് കൂടി കണ്ടപ്പോൾ കുട്ടിക്ക് എല്ലാം മറന്ന് മുന്നോട്ട് പോകാനുള്ള മനസ്ഥിതി ഉണ്ടായി. ഈ വിഷയം പുറത്തറിയുമ്പോൾ ഉണ്ടാകുന്ന മാധ്യമ സൃഷ്ടികൾ, പൊതുജനത്തിന്റെ വിലയിരുത്തലുകൾ, സഹപാഠികളുടെ അന്വേഷണങ്ങൾ, കമന്റുകൾ, നിയമപാലകരുടെ ചോദ്യങ്ങൾ, വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ കോടതി വരാന്തയിൽ കയറിയിറങ്ങേണ്ടി വരുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ അമ്മയും കുഞ്ഞും മാറി മാറി ചോദിച്ചുകൊണ്ട് നേരം വെളുപ്പിച്ചു. നേരം പുലരുമ്പോൾ തലേ ദിവസം സ്കൂളിൽ നടന്ന സംഭവം അറിഞ്ഞ് തസ്മിൻ എന്ന ടീച്ചർ കുട്ടിയെ തേടി ഗുരുകുലത്തിലെത്തി. വിഷയം ഗൗരവമുള്ളതാണെന്നും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്ന പോക്സോ വകുപ്പ് പ്രകാരം പെരുമ്പാവൂർ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം ട്രസ്റ്റിലെ ആയുർവേദ ഡോക്ടറായ അഭിലാഷ്, മന്ത്രവാദി ഹരീന്ദ്രനാഥൻ എന്നിവർ കുറ്റക്കാരാണെന്നും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പോയി പരാതി കൊടുക്കണമെന്നും കുട്ടിക്ക് വിദഗ്ധ കൗൺസിലിംഗ് നൽകണമെന്നും ടീച്ചർ ആവശ്യപ്പെട്ടു. പിന്നീട് നടന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസും CWC പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒടുവിൽ പ്രോസിക്യൂഷനും ആ അമ്മയെയും കുഞ്ഞിനെയും കുറ്റക്കാരായി കണ്ടെത്തി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നേടിക്കൊടുത്തു. അതോടെ ഇരയുടെ മാനസികാവസ്ഥ താറുമാറായി. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മൊഴി നൽകിയിട്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാർ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നത് വാസ്തവമാണെന്ന റിപ്പോർട്ട് പെരുമ്പാവൂർ CIക്ക് നൽകിയിട്ടും വേട്ടക്കാർക്ക് ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ടീച്ചർമാർ പറഞ്ഞത് തന്നെ സംഭവിച്ചു. ഈ വിഷയത്തിന്റെ പേരിൽ മാധ്യമങ്ങൾ വാർത്ത നൽകി. പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പിടികൂടാതെ പോലീസ്. ആയുർവേദ ഡോക്ടർ അഭിലാഷിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഒടുവിൽ പീഡനം നടത്തിയവർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി ആദരിച്ചു. ഇനിയുള്ള കാലം ആ കുട്ടിക്ക് ഇവിടെയുള്ള നിയമ സംഹിതയോട് എന്ത് വിശ്വാസമാണ് ഉണ്ടാകുന്നത്? വേട്ടക്കാരിൽ നിന്നും രക്ഷ നേടാൻ CPIM സംസ്ഥാന സെക്രട്ടറിയെ ഇരയായ കുട്ടി നേരിട്ട് വിളിക്കുന്നു. അദ്ദേഹം പെരുമ്പാവൂരുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ നമ്പർ നൽകി വിളിക്കാൻ പറയുന്നു. അവിടെയും കുട്ടിക്ക് നീതി ലഭിച്ചില്ല. വേട്ടക്കാർക്ക് ജാമ്യം ലഭിക്കാൻ ആടിനെ പട്ടിയാക്കുന്ന ചില പോലീസ് ഓഫീസർമാരും അവർ പറയുന്നത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് എഴുതി പിടിപ്പിക്കുന്ന ചില പോലീസ് റൈറ്റർമാരും കൂടി വിചാരിച്ചപ്പോൾ പ്രോസിക്യൂഷൻ വായടച്ചു. അതിജീവിതയ്ക്ക് നീതി നിഷേധിച്ചു. പോക്സോ കേസുകളിൽ നാളിതുവരെ കേൾക്കാത്ത നടപടിക്രമങ്ങളിലൂടെ പ്രോസിക്യൂഷന്റെ വാതുറപ്പിക്കാതെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം തേടാൻ സഹായിച്ചത് ആര്? കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് തടയാനും അതിലേർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ അതിവേഗം നടപ്പിലാക്കാനും നിയമം നിലനിൽക്കെ കോടതിക്ക് ഈ കേസിൽ ഇങ്ങനെ ഒരു വിധി പറയാൻ എങ്ങനെ സാധിച്ചു? കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. വിഷയം കണ്ടെത്തി കുട്ടിയെ തേടി വന്നത് സ്കൂളിലെ വിവേകമുള്ള ടീച്ചറാണ്.
ടീച്ചർ പറഞ്ഞതനുസരിച്ചാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇരയെ അവരുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി കൗൺസിലിംഗ് നടത്തിയത്. കൂടാതെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി അതിജീവിതയെ കൗൺസിലിംഗ് നടത്തിയതിനു ശേഷമാണ് പെരുമ്പാവൂർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. 11/6/2025 അതായത് ഈ വർഷം ജൂൺ മാസത്തിൽ ചൈൽഡ് വെൽഫെയർ നൽകിയ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. ഗുരുകുലത്തിലെ സ്വാമി പരിവേഷത്തിൽ ജീവിക്കുന്ന ഹരീന്ദ്രനാഥ കുറുപ്പിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 31/1/2025. ഈ കേസിലെ പ്രതി ഹരികുമാർ എന്ന ഹരീന്ദ്രനാഥ് ലൈംഗിക വൈകൃതമുള്ള ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന ദുർമന്ത്രവാദി കൂടിയാണ്. ജനുവരി മാസം 31 അതിജീവിതയും കൂട്ടുകാരിയും ഹരികുമാറിന്റെ ഫ്ളാറ്റിൽ പോയിരുന്നു. ഫെബ്രുവരി 1 നടക്കുന്ന നാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിന് വേണ്ടി കോസ്റ്റ്യൂം തയ്യാറാക്കാൻ പോയതായിരുന്നു ഹരികുമാറിന്റെ വീട്ടിൽ. ഹരികുമാറിൽ നിന്നും ലൈംഗിക അതിക്രമം ഏൽക്കേണ്ടി വന്നു എന്ന് അതിജീവിതയിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് പൂജ കഴിഞ്ഞ് കുടിക്കാൻ കൊടുത്ത പാനീയത്തിൽ മദ്യം കലർത്തി കൊടുത്തതായും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക വൈകൃതമുള്ളവനാണെന്ന് പോലീസിൽ മൊഴി നൽകിയിട്ടും പോലീസ് ഈ കാമവെറിയന്റെ ഫ്ളാറ്റിൽ വേണ്ട പരിശോധന നടത്തിയില്ല. മാത്രമല്ല 13/6/2025 പ്രതിയായ ഹരീന്ദ്രനാഥിന് വേണ്ടിയുള്ള അന്വേഷണത്തിന് തെളിവെടുപ്പിനുമായി പെരുമ്പാവൂർ പോലീസിലെ SI റിൻസും ASI രതിയും കൂടിയാണ് അതിജീവിതയെ പ്രതിയുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി മൊഴിയെടുത്തത്. ഇത് പോക്സോ കേസുകളിൽ കേൾക്കാത്തതും ചെയ്തുകൂടാത്തതുമായ കടുത്ത നിയമലംഘനമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വേട്ടക്കാരെ സംരക്ഷിക്കാൻ തുടക്കം മുതൽ പെരുമ്പാവൂർ പോലീസിലെ SI റിൻസ്, ASI രതി, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ നടത്തുന്ന നീക്കങ്ങൾ അസാധാരണമായി തോന്നാൻ നിരവധി കാരണങ്ങളുണ്ട്. ഈ കേസിനു വേണ്ടി FIR തയ്യാറാക്കാൻ എടുത്ത 3 ദിവസങ്ങളിൽ കൂട്ടിയാൽ കൂടാത്ത ചില അസ്വാഭാവികത കാണാൻ കഴിയും. ഈ കേസിനു വേണ്ടി വീണ്ടും മൊഴിയെടുക്കാൻ അതിജീവിതയുടെ അമ്മയെ 12/6/2025 ASI രതി വീണ്ടും വിളിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിജീവിതയും അമ്മയും കൂടി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്താൻ സാധ്യമല്ല എന്ന് സ്റ്റേഷനിലെ സൂഫി എന്ന ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു. അതിജീവിതയുടെ വീട്ടിൽ വെച്ചാകാം മൊഴിയെടുപ്പെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചെങ്കിലും അത് ബുദ്ധിമുട്ടാണ്, വീട്ടിലെ ബന്ധുക്കളെല്ലാം ഉള്ള നിലയ്ക്ക് അവിടെ പറ്റില്ല എന്ന് കുട്ടിയുടെ അമ്മ അറിയിക്കുന്നു. തുടർന്ന് പെരുമ്പാവൂർ PW റെസ്റ്റ് ഹൗസിൽ വെച്ച് മൊഴി രേഖപ്പെടുത്താമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് 13/6/2025 ASI രതി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. 13/6/2025 ഇതേ ദിവസം തന്നെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ അതിജീവിതയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അത് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിലെ ആയുർവേദ ഡോക്ടർ അഭിലാഷിനെ പ്രതിയാക്കിയാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 1/7/2022 മുതൽ 31/12/2023 വരെയുള്ള കാലഘട്ടത്തിലും. ഈ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ASI രതിക്ക് സംശയങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെ: 2022 മുതൽ അഭിലാഷ് കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള മറുപടി അതിജീവിത നൽകിയത് എനിക്കത് പീഡനമാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ്. പിന്നീട് നടന്ന സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സിലാണ് എനിക്കത് കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമമാണെന്ന് ബോധ്യപ്പെട്ടത്. അതിജീവിതയുടെ പിറകെ യാത്ര ചെയ്ത് കുട്ടിയെ മാനസികമായി തളർത്താൻ ASI രതി നടത്തുന്ന യാത്രകൾ അതിജീവിത 6ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലെത്തി എന്നതാണ് അത്ഭുതം. അതിജീവിത മാന്യനായ ഡോക്ടർക്കെതിരെ വ്യാജ പരാതി നൽകിയിട്ടുണ്ടെന്നും കുട്ടിയുടെ പൂർവ്വകാല ചരിത്രം അറിയുന്നതിനുമാണ് വന്നിരിക്കുന്നതെന്ന് ASI രതി അറിയിച്ചു. ഈ അന്വേഷണ ശുഷ്കാന്തി പ്രതികളെക്കുറിച്ച് നടത്താൻ പെരുമ്പാവൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ SI റിൻസോ ASI രതിക്കോ നേരമില്ല. ഇതേ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഈ 2 കേസുകളും രജിസ്റ്റർ ചെയ്യുന്നതിനും 1 മാസം മുമ്പ് 3/5/2025 ASI രതിക്ക് മുന്നിൽ മാന്യനായ ഡോക്ടർ അഭിലാഷിനെതിരെ ഒരു റേപ്പ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതേ ഗുരുകുലത്തിലെ പ്രായപൂർത്തിയായ മറ്റൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന് അഭിലാഷിനെതിരെ
ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യം നിലനിൽക്കെ ആണ് പോക്സോ കേസിൽ അഭിലാഷ് പ്രതിയാകുന്നത്. ഇപ്പോൾ എന്തിന് ആ ഇരയായ പെൺകുട്ടിയെ 3/8/2025 വൈകുന്നേരം അഭിലാഷ് ഫോണിൽ വിളിച്ച് കുശലം ചോദിക്കാൻ ശ്രമിച്ചതും വേട്ടക്കാർക്ക് ഇതിൽ യാതൊരു മനസ്താപവും ഇല്ല എന്നതാണ്. പോലീസ് ഈ കേസിൽ ജാമ്യം കിട്ടാത്ത IPC 375, 376 എന്നീ വകുപ്പുകൾ ഒഴിവാക്കിയത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ തന്നെ. അഡ്വക്കേറ്റ് PK രാംകുമാർ പെരുമ്പാവൂർ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിന്റെ കേസുകൾ നടത്തുന്ന വക്കീലാണ്. ഈ മഹാനാണ് അഭിലാഷിനും ഹരീന്ദ്രനാഥക്കുറുപ്പിനും മുൻകൂർ ജാമ്യം എടുത്തു നൽകിയത്. ട്രസ്റ്റിന്റെ യഥാർത്ഥ അവകാശിയായ കീർത്തികുമാറിന് കളരിയും പാരമ്പര്യ ചികിത്സയും മാത്രമേ വശമുള്ളൂ. ട്രസ്റ്റിന്റെ വരവ് ചിലവുകൾ നോക്കാനും നിയമപരമായ കാര്യങ്ങളിലെ അറിവില്ലായ്മയും അഭിലാഷും ഹരീന്ദ്രനാഥക്കുറുപ്പും കൂടി മുതലെടുത്തുകൊണ്ട് 100 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തി. ഈ വിഷയങ്ങൾ ഓഡിറ്റ് വഴി കീർത്തികുമാർ അറിഞ്ഞതു മുതൽ അഭിലാഷിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവിടെ സ്കൂൾ മുതൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും ഒക്കെ വേട്ടക്കാർക്ക് വേണ്ടി നിലകൊണ്ടതായി മനസ്സിലാക്കുന്നു. അതിനാൽ ഈ വിഷയത്തിൽ ഇരകളുടെ ഭാവി ജീവിതം മുന്നിൽ കണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി വേട്ടക്കാരുടെ ജാമ്യം റദ്ദ് ചെയ്ത് ഇരകൾക്ക് നീതി ലഭിക്കാൻ സംസ്ഥാന പോലീസും കോടതിയും ജാഗ്രത പുലർത്തണം. കേരള ലീഗൽ സർവീസ് അതോറിറ്റി വിക്ടിം റൈറ്റ്സ് സെന്റർ സംസ്ഥാന കോർഡിനേറ്റർ നടത്തിയ പത്രപ്രസ്താവനയിൽ ഇങ്ങനെ പറയുകയുണ്ടായി. കുട്ടിയുടെ മേൽ നിയന്ത്രണ അധികാരമുള്ള വ്യക്തി കുട്ടികളെ ഉപദ്രവിക്കുകയോ ഉപേക്ഷിക്കുകയോ ചൂഷണം ചെയ്യുകയോ മനഃപൂർവ്വം അവഗണിക്കുകയോ വഴി കുട്ടിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നത് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇത്തരം കുറ്റങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല. കോടതികളും ഇത്തരം അതിക്രമങ്ങളെ വളരെ ഗൗരവത്തിലാണ് പരിഗണിക്കാറുള്ളത്. ഈ പ്രസ്താവനയിൽ വിശ്വസിക്കാൻ ഇവിടെ സാധാരണക്കാരന് കഴിയില്ല. കാരണം പെരുമ്പാവൂർ സ്റ്റേഷനിൽ കുടികൊള്ളുന്ന തരത്തിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും റിൻസും രതിയും വാപൊത്തി നിൽക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ഉണ്ടെങ്കിൽ വേട്ടക്കാർ തന്നെ നീതിമാന്മാർ. നന്ദി, നമസ്കാരം.